അപ്പം ചേട്ടൻ ചുട്ടി ഞങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ അതിഥി കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നത് ബിയോണ്ട് ദി മൈക്കിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ട്രെയിലർ റിയാക്ഷൻ. ഏതാ പടം? പാട്രിയോട്ട്. അങ്ങനെയല്ല, അതന്നെ. നമുക്ക് മെയിനായിട്ട് ഇതിലെന്ന് പറയുന്ന രണ്ട് സവിശേഷത എന്ന് പറയുന്നത് ലാലേട്ടൻ, എന്താ മോനെ മമ്മൂക്ക. ലാലേട്ടൻ ഇപ്പൊ കാണിച്ചേ മാൻ്റെ പേര് അവർ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. അപ്പൊ ട്രെയിലർ കാണാം. നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടില്ല കേട്ടാ. ഇല്ല, ഞാൻ കണ്ടില്ലേ. ആരും കണ്ടില്ല. ഓക്കെ, തുടങ്ങാൻ പോകട്ടോ. ഡൺ. നയൻതാര. അല്ല, നയൻതാരയുടെ വോയിസ് തന്നെയാ? അല്ല, ഫുള്ള് ബാക്കിയൊക്കെ ഉണ്ടായത് ഡബിങ് അല്ലേ? ഇത് നയൻതാരയുടെ വോയിസ് പോലെ. ചിലര് അങ്ങനെ ട്രെയിലറിനും ടീച്ചറിനും വേണ്ടി ചിലർ ഡബ് ചെയ്യാറുണ്ട്. ഇത് പക്ഷേ നയൻതാരയുടെ വോയിസ് ഒന്നല്ല. അല്ല, ഡബിങ് തന്നെയാണല്ലേ. ലേഡി സൂപ്പർ സ്റ്റാറിലാണ് അപ്പോൾ തുടക്കം. ആൻഡോ ജോസ് ഫിലിം കമ്പനി. രേവതി തമിഴല്ലേ പറയണ? ഫഹദ് ഫാസിൽ. ഇന്റർനാഷണൽ കളികളുണ്ടോ? ചാക്കോച്ചനല്ല, പക്ഷെ ശരിക്കും പടത്തിലെ നടൻ ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ വില്ലൻ. അങ്ങനെയല്ലേ പടം പോണ? അങ്ങായില്ലാള്. പിന്നെ സംഭവം ഫുൾ ഇന്റർനാഷണൽ പരിപാടി പോലെ പരിപാടിയാണോ? നമുക്കാണല്ലോ ഫുൾ. ഡാനിയൽ ജെയിംസ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണിയെടുക്കുന്നുണ്ട്. ലുക്ക് രസമുണ്ടല്ലേ മമ്മൂക്കാടെ? വേറെ കുറച്ച് ഏജ്ഡ് ആയിട്ട് തോന്നണ പോലെ. മറ്റേ പടത്തില് ഗ്രേറ്റ് ഫാദറില് പക്ഷെ അതിൽ നരപ്പില്ല. ഇത് നരപ്പിച്ചിട്ടുണ്ട്. ഡാനിയൽ ആരാ? ലാലേട്ടനാണോ ഈ പറയണേ? ഓ, അതൊക്കെ രസമായിട്ടാ. ആ കാറ് തിരിക്കലും പിടിക്കലൊക്കെ. ജിയോ മച്ചാനല്ലേ ജിയോ മച്ചാൻ നമ്മുടെ ഇത് യൂട്യൂബ് അല്ലേ? ആളെ അഭിനയിച്ചിട്ടുണ്ടോ? ലാലട്ടോ കണ്ടില്ല ഒന്നുകൂടി വെച്ചാ ലാലട്ട കാലില്ലാണ്ടാണ് അവർക്ക്. മമ്മൂക്കടെ ലുക്ക് മാറിയില്ല, പഴയ കാലഘട്ടം. ഒരു കാലില്ല. ഓ, ഫ്രണ്ട്ഷിപ്പാണപ്പോ. അതില് കളിന്റെ മോനെ. പഴയ കാലഘട്ടത്തിലെ ലുക്കും സൂപ്പറായിട്ടാ മമ്മൂക്കടെ മീശൊക്കെ വെച്ചിട്ട്. ഫൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. ഓ, ഇതല്ലേ മറ്റേ ഫോട്ടോ ഇറങ്ങിയത് തലപ്പുറത്തേക്കിട്ടുള്ളത് ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതുണ്ട്. അതന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. വില്ലൻ ഫഹദ് ഫാസിൽ. ആൾ മറ്റേ കാലില്ലാത്ത റോളാണ് കിളിട്ടുണ്ടല്ലോ ലാലേട്ടൻ. ഇടി നയൻസിന് നല്ലൊരു റോൾ ഉണ്ടെന്ന് തോന്നിട്ടതില്. അല്ല, ഇവന് ചൂസ് ചെയ്യില്ലല്ലോ. മമ്മൂക്കാനെ വെച്ചിട്ടാണല്ലോ കാണിക്കണേ. സംഭവം മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, മഹേഷ് ഫിലിം, ആൻഡോ ജോസഫ്. കൊള്ളാം. ഇതെന്നാ പടം റിലീസ്? എന്നാ? മെയ് 1 തീയതി കാണാനുള്ള പടം ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഷോ ബുക്ക്ഡ്. എത്ര നാളിന് ശേഷം ലാലേട്ടൻ നമുക്ക്? 2020 ആണോ ലാസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പടം? 2020 കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഉണ്ടോ? അതുണ്ടല്ലേ മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒക്കെ ഇറങ്ങിയ
അല്ല അതില് മമ്മൂട്ടിയില്ലല്ലോ കാര്യം പണ്ട് അല്ല ഏതോ പടം വേറെ വേറെ ഇല്ലാതുകൊണ്ട് 2020 ആണോ ലാസ്റ്റ് ചെയ്തേ? അത് കഴിഞ്ഞിട്ട് വരാതെ പടം ഇനിയിപ്പൊ അതിന് ലാഗ് അടിക്കണ്ട എന്തായാലും അപ്പൊ കുറെ നാളിന് ശേഷം കമന്റ് ഇടാം. അതെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ഇടാം. ഫാൻസുകൾ എന്തായാലും രണ്ടുപേരും ഫാൻസ് എന്തായാലും അത് രണ്ടുപേരല്ല ഫഹദിക്കാർ ഇഷ്ടമുള്ള എല്ലാരും കോമഡി കയ്യടി എന്തായാലും തിയേറ്ററിലുണ്ടോ നല്ല നമ്മൾ കേരളത്തിലുള്ള എല്ലാ പിള്ളേരും എല്ലാരും ഉണ്ടാവും തിയേറ്ററില്. 2020 തിയേറ്ററിലേക്ക് പോകുമ്പോ ലാലേട്ടന്റെ ഒരു വഞ്ചി ഡയലോഗില് ഭയങ്കര കയ്യടി അടുത്ത മമ്മൂക്ക. പക്ഷെ ലാലേട്ടൻ്റെ ഒരു കാലൊക്കെ ഇല്ലാത്ത ഒരാളൊക്കെ സെറ്റ് ചെയ്തേക്കണേ സംഭവം കൊള്ളാം പടം. അല്ലാണ്ട് പിന്നെ ഈ സ്ക്രിപ്റ്റ് ചെയ്യില്ലല്ലോ എന്തായാലും നല്ലതായിരിക്കും. പിന്നെ ആളുടെ മഹേഷ് നാരായണന്റെ മറ്റുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോഴും നല്ല തന്നെയായിരിക്കും. എനിക്ക് പറ്റിയ ആളുടെ ഫസ്റ്റ് പടം ടേക്ക് ഓഫ് അത് ഭയങ്കര ക്വാളിറ്റി ഉണ്ടല്ലേ ഒരു ഇപ്പൊ ആളുടെ ഒരു കളർ ഗ്രേഡ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പടത്തിലും. മഹേഷ് നാരായണന്റെ ഒരു സാധനം ഇങ്ങനെയൊക്കെ തന്നെയാ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. എന്തായാലും പടം കാണാൻ എല്ലാരും പോയി പടം ഇറങ്ങട്ടെ. ആയിരിക്കും ചിലപ്പോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ജോസഫ് അപ്പോ മെയ് 1 നീ അറിയാത്ത കാര്യങ്ങൾ നീ വിളിച്ച് ശേഷം ക്രിസ്ത്യൻ ബ്രദേഴ്സ് അങ്ങോട്ട് ഉണ്ടാക്കി അറിയാത്ത കാര്യങ്ങൾ വർത്താനം പറഞ്ഞു പഠിച്ചു ഞാനത് എന്തായാലും പടം അതെ സൂപ്പർ പടമായിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നണം. മെയ് 1 പോയിട്ട് അല്ല നമ്മള് വെയിറ്റിംഗ് ആണ് നിങ്ങളെ പോലെ. അപ്പൊ മെയ് 1 പോയിട്ട് പടം കണ്ടിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് വരാം. ഞങ്ങൾ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരും. അതെ ഇനി വരും. ഇജിത്തപ്പം ഉണ്ടെങ്കിൽ ഞാൻ വരും. ചേട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഓക്കെ ബൈ ബൈ. അപ്പൊ ഇനി പറയട്ടെ നമ്മുടെ പറയണ്ട ഇനി ബിയോണ്ട് മൈക്കിന്റെ അടുത്ത നല്ല രസകരമായ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും. എല്ലാ വട്ടം പറഞ്ഞവരെ ബോറടിപ്പിക്കണ്ട. നല്ല പേര് സ്ട്രൈക്ക് ആക്കണ്ട ചേട്ടാ. അത്ര നമ്മ ബിയോണ്ട് മൈക്ക് എവിടെ കേക്കണ്ട ഇനി ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ. അപ്പൊ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. കമന്റ് ഇത് മറ്റേ മമ്മൂക്കിയും ലാലേട്ടനും 2020 ശേഷം അതേതാന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ.